11 ലാബ്സിന്റെ വീഡിയോന്റെ താഴെ കുറെ ആളുകൾ കമന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വോയിസ് ക്ലോൺ ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്നുള്ളത്. വോയിസ് ക്ലോൺ ചെയ്യുന്നത് എന്താ വെച്ചാൽ നമ്മൾക്ക് നമ്മളുടെ ആവശ്യമില്ലാതെ നമ്മുടെ അതേ ശബ്ദത്തിൽ നമുക്ക് വോയിസുകൾ നിർമ്മിക്കാൻ പറ്റും. അപ്പോൾ ഹെയ്ജനും മറ്റു ടൂളുകളും ഉപയോഗിക്കുമ്പോഴൊക്കെ നമ്മളുടെ ആവശ്യമില്ല, നമ്മളുടെ ശബ്ദത്തിൽ നമുക്ക് ഓഡിയോസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ എങ്ങനെയാണ് 11 ലാബ്സ് വെച്ചിട്ട് നമുക്ക് വോയിസ് ക്ലോൺ ചെയ്യാം എന്നുള്ളതാണ് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 11 ലാബ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ആപ്പിലും ലഭ്യമാണ്, വെബിലും നമുക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് വെച്ചിട്ട് ഉപയോഗിക്കാം. ഇതിൽ ഓരോ ഫീച്ചേഴ്സും നമ്മൾ മുമ്പത്തെ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സിൻ്റെയും പ്രത്യേകത നമ്മൾ ഇന്ന് വോയിസ് ക്ലോൺ ചെയ്യുന്നത് മാത്രമാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ വോയിസ് എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ തൊട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ നമുക്ക് ക്രിയേറ്റ് ഒരു ക്ലോൺ എ വോയിസ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ പ്രീമിയം മെമ്പേഴ്സിന് അല്ലെങ്കിൽ പെയ്ഡ് യൂസേഴ്സിന് മാത്രമാണ് വോയിസ് ക്ലോൺ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഏകദേശം നമ്മൾക്ക് 520 രൂപ എന്ത് ചെയ്യും ഒരു മാസത്തിന് നമുക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഓഫർ അല്ലെങ്കിൽ ഈ ഒരു സർവീസ് നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കുള്ളൂ. നിരന്തരമായിട്ട് ഓഡിയോസ് ജനറേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ള ആളുകൾക്ക് ഇത് 500 രൂപ മാസം കൊടുക്കൊണ്ട് നഷ്ടമാവുന്നില്ല. അപ്പോൾ ഇവിടെ ഇൻസ്റ്റന്റ് വോയിസ് ക്ലോൺ ആണ് നമുക്ക് ബേസിക് പ്ലാനിൽ കിട്ടുക. പിന്നെ പ്രൊഫഷണൽ വോയിസ് ക്ലോൺ ഉണ്ട്. അതിനൊന്നും കൂടി നമ്മൾ വലിയ പെയ്ഡ് വേർഷൻ ഏകദേശം 1000-ന്റെ മുകളിലുണ്ട്. അപ്പോൾ ആ വേർഷൻ എടുക്കണം. ഈ ഇൻസ്റ്റന്റ് വോയിസ് ക്ലോൺ ക്ലിക്ക് ചെയ്യാം. ശേഷം ഇവിടെ നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഓഡിയോ നോയിസോ മറ്റു ശബ്ദങ്ങളോ ഇല്ലാത്ത ഇടത്ത് നിന്ന് റെക്കോർഡ് ചെയ്തത് ഇവിടെ വന്ന് അപ്ലോഡ് ചെയ്യാം. ഇനി നമുക്ക് ലൈവായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ വോയിസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ റെക്കോർഡ് ആൻഡ് ഓഡിയോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. എന്നിട്ട് നമ്മുടെ മൈക്ക് നമ്മുടെ ലാപ്ടോപ്പിന് നമ്മുടെ ഓഡിയോ ഉപയോഗിക്കാനുള്ള പെർമിഷൻസ് ഒക്കെ നമ്മൾ ഫസ്റ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ സ്റ്റാർട്ട് നിൽക്കിയതു. ഇനി നമ്മളൊരു 30 സെക്കൻഡിൻ്റെ നമ്മൾ മലയാളത്തിൽ എന്ത് ചെയ്യണം, സംസാരിക്കണം. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ മാക്സിമം ഇപ്പോൾ ഇവിടെ UPSന്റെ ചെറിയൊരു ശബ്ദം ഉണ്ടാകും. മാക്സിമം നോയ്സ് ഒന്നും ഇല്ലാതെ നല്ല മൈക്കും ഒക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മാക്സിമം റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടുക. അപ്പോൾ നമ്മളിവിടെ റാൻഡായിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു. 3, 2, 1. ഹലോ, നമസ്കാരം. എല്ലാവർക്കും കേൾ ഫോർവേഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളുമായിട്ട് സംവദിക്കുന്നത് എങ്ങനെ 11 ലാബ്സ് വെച്ചിട്ട് വോയിസുകൾ ക്ലോൺ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് വഴി നിങ്ങൾക്ക് ഓരോരുത്തർക്കും നിങ്ങളുടെ വോയിസുകൾ ക്ലോൺ ചെയ്ത് നിർമ്മിക്കാൻ സാധിക്കും. ഇത്തരം ഒരു പ്രവർത്തനം വഴി നമുക്ക് നമ്മുടെ സമയം കുറക്കാം, നമ്മുടെ എഫേർട്ട് കൊടുക്കാം. നമ്മൾക്ക് നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ ഓഡിയോസ് നിങ്ങളുടെ ആവശ്യമില്ലാതെ നിങ്ങളുടെ സമയമില്ലാതെ ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് 11 ലാബ്സിൻ്റെ വോയിസ് ക്ലോൺ. അപ്പം മതി, 30 സെക്കൻഡിൻ്റെ ഓഡിയോ കഴിഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് എന്നുള്ള ഇത് റെഡി ആണെങ്കിൽ നമ്മൾ നെക്സ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും റെക്കോർഡ് ചെയ്യാം. പക്ഷേ ഞാനിവിടെ നെക്സ്റ്റ് കൊടുത്തു. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ അടുത്തൊരു സ്റ്റേജിലേക്ക് നമ്മളെ കൊണ്ടുപോകും. ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് ഇപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെയ്ജനും 11 ലാബ്സും സിങ്ക് ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അതേ രീതിയിൽ, അതായത് ഹെയ്ജൻ എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അതേ രൂപം നിർമ്മിക്കാൻ, അവതാരം നിർമ്മിക്കാൻ. 11 ലാബ്സ് എന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മുടെ അതേ ശബ്ദം നിർമ്മിക്കണം. അപ്പോൾ ഇത് രണ്ടും പാട് ഒരുമിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വീഡിയോസ് മേക്ക് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങളുടെ ആവശ്യമില്ല, നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ ടീമിന് നിങ്ങളുടെ അവതാരം നിർമ്മിച്ചു കൊടുത്താൽ മതി. പിന്നെ അവർക്ക് തന്നെ ഈസി ആയിട്ട് നിങ്ങളുടെ അതേ ശബ്ദവും വീഡിയോയും ഒക്കെ വെച്ചിട്ട് നിർമ്മിക്കാൻ സാധിക്കും. കുറേ ആളുകൾ ഈ ഒരു ഫീച്ചർ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ശേഷം നമ്മൾ ഇതിനൊരു പേര് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഷബീബ് 2.1 എന്നുള്ളൊരു പേര് കൊടുത്തു. പിന്നെ നമ്മളിവിടെ ലാംഗ്വേജ് ഏതാണെന്നുള്ള ഓപ്ഷൻസ് കൊടുക്കുക. ഞാനിവിടെ മലയാളം കൊടുത്തു. ലാംഗ്വേജ് അല്ല, വാല്യൂ എന്നുള്ളതാണ്. ഇതെന്താണെന്ന് എനിക്ക് കറക്റ്റ് മനസ്സിലായിട്ടില്ല. ഇനി നമ്മൾ ഡിസ്ക്രിപ്ഷൻസ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സേവ് വോയിസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമ്മുടെ വോയിസിൻ്റെ പേരാട്ടോ നമ്മളിവിടെ കൊടുക്കുന്നത്. വോയിസിൻ്റെ പേര് ഷബീബ് 2.1 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വോയിസ് ക്ലോൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ വോയിസ് ഒക്കെ ക്ലോൺ ചെയ്ത് കഴിഞ്ഞു. ശേഷം ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർഫേസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് നമ്മൾക്ക് ഇവിടെ ജനറേറ്റ് സ്പീച്ച്, അതായത് നമ്മൾ ടെക്സ്റ്റ് കൊടുത്ത് നമ്മൾ അതേ ഓഡിയോ നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ അത് ഓപ്ഷൻ കൊടുക്കാം. ഇനി നമ്മൾക്ക് നമ്മളുടെ തന്നെ ഈ ഒരു ചാറ്റ് ബോട്ട് അല്ലെങ്കിൽ ഏജന്റ് 11 ലാബ്സ് നമ്മളുടെ ഒരു ഏജന്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യും. അതിനോട് നമുക്ക് സംസാരിച്ച് നോക്കാം. അത് നമ്മുടെ ശബ്ദം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നറേറ്റീവ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മളിവിടെ ജനറേറ്റ് സ്പീച്ച് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ശേഷം ഇവിടെ കണ്ടോ നമ്മുടെ വോയിസ് ഓൾറെഡി ഡിഫോൾട്ട് ആയിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഞാൻ മുമ്പ് നിർമ്മിച്ച വോയിസുകളൊക്കെ നമുക്കിവിടെ സെർച്ച് ചെയ്ത് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ ഷബീബ്
എന്ന് സെർച്ച് ചെയ്ത്, ഇത് ഞാൻ തൊട്ട് മുമ്പ് ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു വോയിസ് സെലക്ട് ചെയ്തു, ഇവിടെ നമ്മൾ മലയാളത്തിലുള്ള ഒരു ടെക്സ്റ്റും കൊടുത്തു, ശേഷം ജനറേറ്റ് സ്പീച്ച് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കി നോക്കാം. ഓക്കെ, വരുന്നുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം പ്രകൃതി സ്നേഹികൾക്ക് എന്നും ഒരു അത്ഭുതമാണ്. എങ്ങോട്ട് നോക്കിയാലും മനസ്സിന് കുളിർമയേകുന്ന പച്ച. 2 വോയിസ് ഓപ്ഷൻസ് അവർ തന്നിട്ടുണ്ട്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേരളം പ്രകൃതി സ്നേഹികൾക്ക് ഏകദേശം ശബ്ദമൊക്കെ അതേപോലെ തന്നെ അവർ നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എൻ്റെ ഒരു ശബ്ദത്തിൻ്റെ ജലദോഷം കാരണമുള്ള ആ പ്രശ്നം അടക്കം ഈ ഓഡിയോയിലുണ്ട്. അപ്പം മാക്സിമം നല്ല രീതിയിൽ നമ്മൾ വോയിസ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, നല്ല സിറ്റുവേഷനിലും നല്ല ശബ്ദത്തിലും. ഇനി നമുക്ക് ബാക്കിയുള്ള ഒരു ഫീച്ചേഴ്സ് കൂടി ഉണ്ട്. നമ്മൾ പെയ്ഡ് വേർഷൻസ് ഉപയോഗിക്കുമ്പോൾ ക്രിയേറ്റ് എ ക്ലോൺ വോയിസ് വെച്ചിട്ട് ഒന്ന് നമുക്ക് വോയിസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരു എക്സാമ്പിൾ പ്രോംപ്റ്റുകൾ കൊടുത്തിട്ട് നമ്മൾ ഇമേജുകളൊക്കെ നിർമ്മിക്കുമല്ലോ, അതേപോലെ നമുക്ക് പ്രോംപ്റ്റുകൾ കൊടുത്തിട്ട് വോയിസ് ക്ലോൺ ചെയ്യാൻ പറ്റും. അവിടെ വോയിസ് ഡിസൈൻ എന്നുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഏത് രീതിയിലുള്ള ശബ്ദമാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കാം. അതാണ് ഒരു ഫീച്ചർ ഉള്ളത്. അതേപോലെ തന്നെ നമ്മൾക്ക് ഇവിടെ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം നമ്മൾ വോയിസ് ക്ലോൺ ചെയ്തല്ലോ, അപ്പോൾ വോയിസ് ക്ലോൺ ചെയ്തപ്പോൾ നമുക്ക് ചില മിസ്സിങ് ഉണ്ട്. ഇതിൻ്റെ ശബ്ദത്തിൻ്റെ ഗാംഭീര്യം കുറവാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഫീല് നിങ്ങൾക്ക് വന്നെങ്കിൽ അവിടെയും നമുക്ക് പ്രോംപ്റ്റ് കൊടുത്ത് നമ്മുടെ വോയിസിനെ വീണ്ടും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് വോയിസ് പ്രിഫറൻസ് എന്നുള്ള കൊടുക്കുക. അപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ ചെയ്ത വോയിസ് കൊടുത്തു. ശേഷം നമ്മളിവിടെ ആ വോയിസിൽ വേണ്ട ചേഞ്ചസ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കുക. ബേസ് കൂട്ടാൻ പറഞ്ഞു, എന്നിട്ട് ശേഷം നെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഈ ഒരു ശബ്ദം ബേസ് കൂട്ടിയിട്ടുള്ള ശബ്ദമാക്കിയിട്ട് മാറ്റിത്തരും. ഇതും കുഴപ്പമില്ല. അതായത് ഇവിടെ നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രോംപ്റ്റ് കൊടുക്കണം. എന്നാൽ നമുക്ക് നമ്മുടെ ശബ്ദം, നമ്മുടെ അക്യുറേറ്റ് ആയിട്ടുള്ള ശബ്ദത്തെ നമുക്ക് ടെക്സ്റ്റ് കൊടുത്തിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ട് വീണ്ടും കസ്റ്റമൈസ് ചെയ്തിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഏകദേശം ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എങ്ങനെ ഈസി ആയിട്ട് വോയിസ് ക്ലോൺ ചെയ്യാമെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സുകളും നിങ്ങൾ താഴെ കമന്റിലൂടെ അറിയിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.